ഹായ് ഡിയേഴ്സ്. അപ്പോൾ തമ്പനയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നെത്തോലി പീര പറ്റിച്ചതാണ് കേട്ടോ. നമ്മുടെ ഈ പ്രസവമൊക്കെ കഴിഞ്ഞ വീടുകളിൽ ഞങ്ങളുടെ നീലേശ്വരം, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നീലേശ്വരത്തൊക്കെ പ്രസവം കഴിഞ്ഞ 2 നേരം ചോറിനൊപ്പം ഇത് മസ്റ്റാണ് കേട്ടോ. കാൽഷ്യം ഒരുപാടുള്ളൊരു ഐറ്റം അല്ലേ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ ഈ പീര പറ്റിച്ചതെന്ന് പറയുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര രുചി തന്നെയാണ് കേട്ടോ. ചോറിന് വേറെ ഒന്നും വേണ്ട. ലാസ്റ്റിൽ ചേർക്കുന്ന കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പീര പറ്റിച്ചതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് നാളികേരം. ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി. കാരണം എൻ്റെ അടുത്ത് ഇപ്പം നമ്മുടെ നെത്തോലി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കണക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ 2-3 വലിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ട് കൊടുത്തു, 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില എൻ്റെ ഫേവറേറ്റ് ആണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് മീനിലൊക്കെ ജീരകം ചേർക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. ചിലരങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയണത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതേ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഞരടി എടുക്കണം കേട്ടോ. ഈ ഞരടി എടുത്ത് ഈ ഒരു മിക്സിംഗ് ആണ് ഈ ഒരു പീര പറ്റിച്ചതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമാണ് കേട്ടോ. അതായത് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഞരടി എടുക്കുക. ചിലർ ഇതിനോടൊപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞരടുക. ഞാൻ ലാസ്റ്റിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കാറില്ല. ഈ ഒരു സംഭവം മുളക് പൊടി ചേർക്കാതെ കുരുമുളക് പൊടി നന്നായി ചേർത്തിട്ട് ഞങ്ങൾക്ക് പ്രസവിച്ച സമയത്ത് 2 നേരം ചോറിനപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ തരിക. ഈ നെത്തോലി ഇങ്ങനെ പീര പറ്റിച്ചത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു മീനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമല്ലേ കാൽഷ്യം. അപ്പോൾ അതുകൊണ്ട് പ്രസവം കഴിഞ്ഞ് ഞങ്ങളുടെ നീലേശ്വരത്തുകാരുടെ മിക്ക വീടുകളിലും ഇത് സംഭവം എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ, കുറച്ച് ദിവസങ്ങളിലെങ്കിലും. അപ്പോൾ ഇത് നന്നായി ഞരടി എടുത്ത് നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ നെത്തോലിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി വേണമെങ്കിൽ മാത്രം ഒരു ഇത്തിരി പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുടംപുളി ചേർക്കുന്നവർ അതിട്ട് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ കുടംപുളി അത്രയ്ക്ക് ആരും യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞങ്ങൾ പിഴിപുളി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പുളി ചേർക്കാത്തവരും ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഇത്തിരി പുളി വേണം കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടി ചേർത്ത് മിക്സിങ് കഴിഞ്ഞു. ഇനി ഈ സംഭവം റെഡിയായി എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി ഇതിലൊന്നുമില്ല നമുക്ക് ചെയ്യാൻ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ഇത് 2-3 സ്പൂണ് നമ്മുടെ നെത്തോലി വേവാൻ പാകത്തിന് 2-3 സ്പൂണ് മാത്രം വെള്ളം ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കേ വേണ്ടുള്ളൂ. ഞാൻ ആ കുഴച്ചെടുത്ത ആ കൈയൊക്കെ അതിൽ അരപ്പൊക്കെ പോകാൻ വേണ്ടി കയ്യിൽ വെള്ളമാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്, ആ അരപ്പൊക്കെ അതിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ചെറിയ തീ മീഡിയത്തിനും ഏറ്റവും സ്ലോയിലും അതിൻ്റെ മിഡിലാക്കിയിട്ട് നമുക്ക്, അതായത് മീഡിയത്തിനും സ്ലോയിനും ഇടയിൽ മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഇത് നെത്തോലി വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇതേ ഉള്ളിൽ നിന്നും തേങ്ങയിൽ നിന്നൊക്കെ പിന്നീട് ആവശ്യമുള്ള വെള്ളം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതേ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്ന് പറയാം. നന്നായി ഇളക്കി അങ്ങ് പൊടിച്ചിട്ടേക്കരുത്. ഈ ഇങ്ങനൊരു മിക്സ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതായത് മേലെയുള്ള ഭാഗം ഒന്ന് അടിയിലേക്ക് ആക്കി കൊടുക്കേ വേണ്ടുള്ളൂ. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ 2-3 മിനിറ്റ് ഒന്നിങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുത്ത് നമ്മുടെ നെത്തോലിയൊക്കെ, ഇപ്പം തന്നെ നെത്തോലിയൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം അത്രേ വേവുള്ളൂ. ഇനിയിപ്പോൾ 2-3 മിനിറ്റും കൂടുതൽ വേവിച്ചെടുക്കുമ്പോഴേക്ക് നമ്മുടെ പീര വറ്റിച്ച സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. പച്ചക്കങ്ങ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആയതുകൊണ്ട് അതിൽ ഞാൻ ഒട്ടും പിശുക്ക് കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം ഇനി ഇതേ മൂടി വെച്ച് ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് മക്കളെ. ആ ഒരു മണം തന്നെ മതി കേട്ടോ ചോറുണ്ടാൻ. ഇങ്ങനെ ഭയങ്കര ഒരു ആക്രാന്തം എന്നൊക്കെ പറയില്ലേ, ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇതും കൂട്ടിയിട്ടാണ് കേട്ടോ ചോറുണ്ണാൻ പോകുന്നത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്ക് ഒരു തവണ ഉണ്ടാക്കി നോക്കൂ, ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തില്ല. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.